മാതാവിനെ കണ്ടപ്പോ ഈ മാലാക പണ്ടേ അറിയാവുന്ന ഒരാളെ പോലെ, നല്ല പരിചയമുള്ളവരെ പോലെ ഒരു ഹലോ പറയാണ്, സ്വസ്തി പറയാണ്. വലിയ സങ്കടത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറയാണ്, സാരമില്ല, ദൈവം നിന്റെ കൂടെ ഇല്ലേ. ഈ കണ്ണീരിലും ഈ ഇരുട്ടിലും പ്രതീക്ഷയില്ലാത്ത ഈ പകലിലും ഒറ്റയ്ക്ക് നിങ്ങൾ കരയുന്ന ഈ രാത്രികളിലും ഒക്കെ നിങ്ങൾക്ക് ഇതൊരു സുവിശേഷമായി മാറട്ടെ. അകലെയാണെങ്കിലും അടുത്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് രാജാവായി വാഴുന്നതിന്, കർത്താവ് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിന്, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഓരോ സൽപ്രവർത്തികളും ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുന്നതിന്, കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ വഴിതെളിച്ചു തരുന്നതിന്, മുന്നോട്ട് നീങ്ങുവാൻ ശക്തി നൽകുന്നതിന്, ഓരോ കൃപയ്ക്കും അനുഗ്രഹത്തിനും കർത്താവെ നന്ദി പറയാം. അങ്ങ് ഞങ്ങളെ ഒത്തിരി അധികമായി സ്നേഹിക്കുന്നതിന്, ഞങ്ങളോട് പ്രീതി തോന്നുന്നതിന് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. റോമ 8:28 തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ ചേർത്ത് പിടിക്കുന്നവർക്കെല്ലാം കർത്താവ് എല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നു, തീർച്ചയാക്കുന്നു, അത് ഉറപ്പുവരുത്തുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവെ, ആ ഒരു ബോധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളായിരിക്കുന്ന മേഖലകൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാം അങ്ങിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് അങ്ങ് നന്മയാക്കി മാറ്റുന്നല്ലോ. ആ ഉറച്ച ബോധ്യത്തിൽ കർത്താവെ അങ്ങയോട് ചേർന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെല്ലാവരെയും സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ നോമ്പിന്റെ പ്രാർത്ഥന ദിവസങ്ങളിലൂടെ, ധ്യാന ദിവസങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോവാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം, നമ്മളോട് സംസാരിക്കുന്നതിന്, നമ്മളെ സ്നേഹിക്കുന്നതിന്, നമ്മളെ ചേർത്ത് പിടിക്കുന്നതിന്. ഈശോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ, അത് പൂർത്തിയാക്കാനുള്ള കൃപ കർത്താവ് നൽകുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്ന കാര്യം, മറിയമേ സ്വസ്തി, മറിയമേ ആനന്ദിച്ച് ആഹ്ലാദിച്ചാലും കർത്താവ് നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടണ്ട, ദൈവത്തിന്റെ സന്നിധിയിൽ നീ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ പരിശുദ്ധമ്മയോട് പറഞ്ഞ മംഗളവാർത്തയൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതമായിട്ടൊക്കെ ചേർത്തത് ചിന്തിച്ചു. നമ്മളെ കൊണ്ടും ദൈവത്തിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ നല്ല കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനകത്ത് ഭയപ്പെടേണ്ട, അത് ചെയ്തു തീർക്കാൻ ഏറ്റവും അനുഗ്രഹമായിട്ട് പൂർത്തിയാക്കാനുള്ള കൃപയും ശക്തിയും ധൈര്യവും എല്ലാം വിശുദ്ധിയും ഒക്കെ കർത്താവ് നമുക്ക് തരുമെന്ന്, നമ്മൾ ഭയപ്പെടേണ്ടതില്ലെന്ന് തമ്പുരാൻ നമ്മളോട് വചനത്തിലൂടെ സംസാരിച്ചു. നമ്മൾ നോമ്പിലാണ്, ചെറിയ നോമ്പിലാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ടൊന്നെടുത്ത് ചിന്തിക്കുക, ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത മറ്റൊരു വ്യക്തിത്വം, മറ്റൊരു കുടുംബത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തി ഉണ്ടായിരുന്ന, ജനിച്ച കുടുംബത്തെക്കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ ലൂക്കാസ് സുവിശേഷം തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൂക്കാസ് സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കായിരുന്നു. ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ, നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ അധ്യായത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗത്ത് നമ്മൾ കാണുക സ്നാപക യോഹന്നാന്റെ ജനനത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഒത്തിരി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈശോയുടെ മുന്നോടിയായിട്ട് ജനിച്ച സ്നാപക യോഹന്നാൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ സക്രിയായും എലിസബത്തും അവരുടെ ജീവിതശൈലി, ജീവിത സാഹചര്യങ്ങള്, അവരുടെ നാട്ടിൽ അവർക്കുണ്ടായിരുന്ന ഒരു നാണക്കേട് എന്താണ്, ഒരു കുഞ്ഞില്ല. യഹൂദ ജീവിത ശൈലിയൊക്കെ അനുസരിച്ച് ഒരു കുഞ്ഞില്ലെങ്കിൽ എന്തോരം വലിയ സങ്കടമാണ്, എന്തോരം വലിയ നാണക്കേടാണ്, ദൈവം പോലും കൈവിട്ടോ എന്നൊക്കെ ആളുകളെ ശപിച്ച് മാറ്റി നിർത്തുന്ന ഒരു ജീവിത സാഹചര്യം. പ്രത്യേകിച്ച് സക്കറിയ പുരോഹിതനാണെന്ന് നമുക്കറിയാം, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് മിടുക്കരായിട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ പോലും സങ്കടങ്ങൾ വരുന്നു. ലോകം മുഴുവൻ തള്ളിപ്പറയാൻ, കളിയാക്കാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന്റെ സദ്വാർത്ത,
നമുക്കറിയാലോ ക്രിസ്മസ്, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കായിരുന്നു, ലോകം കേട്ട ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ക്രിസ്മസ്. നമുക്കൊരു രക്ഷകനുണ്ടെന്നും നമുക്കൊരു രാജാവുണ്ടെന്നും അവൻ നമ്മുടെ മധ്യേ വസിക്കുന്നു എന്നുള്ള സദ്വാർത്ത. ഇങ്ങനെ ഒരു സുവിശേഷം ഈ സങ്കടം നിറഞ്ഞ വീട്ടിൽ, ഈ ദമ്പതികളുടെ ഇടയിൽ, അവരുടെ ജീവിത സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾക്കൊരു സദ്വാർത്ത. ഭാര്യ ഭർത്താക്കന്മാരായ അവർക്ക് ഒത്തിരി കാലത്തോളം കാത്തിരുന്നു, ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല. അവരുടെ വീട്ടിൽ ആവശ്യമായിരുന്ന ഒരു സദ്വാർത്തയായിരുന്നു അവർക്കൊരു കുഞ്ഞ് ജനിക്കണം എന്നുള്ളത്. അപ്പൊ ക്രിസ്മസിന്റെ ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഈശോയുടെ ജനനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഈ സക്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ബൈബിൾ തുറക്കാം. ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ, ലൂക്ക 1:5 മുതൽ നമ്മളിങ്ങനെ വായിക്കും. ഹെറോദേസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്രിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. സക്രിയയെ ആദ്യം പരിചയപ്പെടുത്തുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. നമുക്കറിയാവുന്ന കാര്യമാണ് സക്രിയയുടെ ഭാര്യ എലിസബത്ത്. ഇനി അവരുടെ സ്വഭാവ രീതി, അവരുടെ ചില പ്രത്യേകതകൾ ലൂക്കാ സുവിശേഷകൻ ഈ 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ പ്രത്യേകതകൾ? അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു. ചിന്തിച്ച ആ വചനത്തെ കുറിച്ച് എന്തൊരാഴമുള്ള ഒരു വചനാണ്. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു. ശരിക്കും ഒരു ടിപ്പിക്കൽ അനുസരിക്കുന്ന യഹൂദരായിട്ട് അവർ ജീവിച്ചു. പുരോഹിതനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, ഏറ്റവും വിശുദ്ധിയോടെ കർത്താവിനോട് ചേർന്ന് നിന്നു. നമ്മൾ പഴയ നിയമത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹെസക്കിയായെ കുറിച്ചും. ഹെസക്കിയ എന്നൊരു മിടുക്കനായ രാജാവ്. 3 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നാണ് ഹെസക്കിയായെ കുറിച്ച് നമ്മൾ വായിക്കുക രാജാക്കന്മാരുടെ പുസ്തകം 18-ലും 20-ഉം അധ്യായങ്ങളിലൊക്കെ. ഹെസക്കിയ നീതിമാനായിരുന്നു, അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു, അവൻ ആ ദൈവത്തെ വിശ്വസിച്ചു. 3 പ്രത്യേകതകളാണ്. ഹെസക്കിയ ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനായിട്ട് ജീവിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തോട് ചേർന്ന് നിന്നു. നമ്മൾ ഹെസക്കിയയെ കുറിച്ച് പിന്നീട് വായിക്കുന്നുണ്ട്. ഹെസക്കിയ ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം അവനോട് ചേർന്ന് നിന്നു, അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ ഈ ധ്യാന ദിവസങ്ങളിലെ ഈ ക്രിസ്മസിന്റെ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ആത്മീയമായിട്ട്, ഭൗതികമായിട്ട് നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ ഹെസക്കിയ ഒരു ജീവിതശൈലി കാണിച്ചു തരികയാണ്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പിന്നാലെ പോയി കണ്ടു പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതശൈലി. 1, ദൈവത്തിന്റെ മുമ്പിൽ നീതിമാന്മാരായിരിക്കുക. 2, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക, വിശ്വാസികളായിരിക്കുക. 3, എന്ത് സംഭവിച്ചാലും ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക. ഇങ്ങനെ ജീവിച്ച ഹെസക്കിയായുടെ കൂടെ കർത്താവ് നിന്നു, അവൻ ചെയ്തതെല്ലാം ഐശ്വര്യപൂർണ്ണമായി. പക്ഷെ അങ്ങനെയല്ല നമ്മൾ സക്രിയയെ കാണുക. ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഈ 5-6 വാക്യങ്ങൾ കഴിയുമ്പോൾ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഒരു ദുസ്സൂചന, ഒരു സങ്കടത്തിന്റെ വാർത്തയൊക്കെ കാണിക്കുന്നത്. 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. നമ്മൾ ഹെസക്കിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാ കാണുക. ഒരു വിരുദ്ധമായ കാര്യങ്ങളാണ് കാണുക. ഹെസക്കിയ ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം അവന്റെ കൂടെ നിന്നു, അവൻ ചെയ്ത എല്ലാ ഐശ്വര്യപൂർണ്ണമായി. സക്കറിയായും എലിസബത്തും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. കർത്താവിന്റെ കൽപ്പനകളൊക്കെ ഒരു അണുവിയുടെ ചലനം ഉണ്ടാകാതെ നീതിനിഷ്ഠരായിട്ട് ഭയങ്കരമായിട്ട് അവർ അനുസരിക്കുകയാണ്. പക്ഷെ കർത്താവ് ചില സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കുക, കർത്താവ് പക്ഷെ കൂടെ നിന്നില്ലല്ലോ, ഈ പ്രിയപ്പെട്ട ഈ ദൈവത്തോട് ചേർന്ന് നിന്ന് ഇവർക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തില്ലല്ലോ എന്ന്. അവരവരുടെ ജോലികളും ശുശ്രൂഷകളും ഒക്കെ തുടർന്നു. പിന്നീട് നമ്മളിങ്ങനെ ആ ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. ദൂതൻ വരുന്നു, സക്രിയയോട് പറയുന്നു, നിനക്കൊരു കുഞ്ഞ് ജനിക്കും, ഈ ദുഃഖമൊക്കെ മാറും, സന്തോഷം വരും, ആനന്ദം വരും. അവർ കേട്ട ആ ഒരു സുവിശേഷം ഇതാണ്. 14-ാമത്തെ വാക്യം: നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും, കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വലിയൊരു വാഗ്ദാനം കൊടുക്കാണ്. സക്രിയയ്ക്ക് ഇത് ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരു സ്ഥിതിയാണ്. ചോദ്യം ചെയ്യുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ദൂതൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒടുക്കം സക്രിയ ഇങ്ങനെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയി പോകുന്നുണ്ട്, ഊമനായി പോകുന്നുണ്ട്. പക്ഷെ കേട്ടത്, വായടഞ്ഞു പോയെങ്കിലും ചെവി തുറന്ന് ഹൃദയം തുറന്ന് കേട്ടത് വലിയൊരു സുവിശേഷമാണ്. നിന്റെ വീട്ടിൽ നിന്ന് ഈ സങ്കടം മാറും, നിനക്ക് വീണ്ടും ആനന്ദത്തിന്റെ ഗാനങ്ങൾ ആലപിക്കാൻ പറ്റും. മാത്രമല്ല, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞു വലിയവനായിരിക്കും. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വലിയൊരു വ്യക്തിത്വം, ഈശോയ്ക്ക് മുന്നോടിയായിട്ട് വഴിയൊരുക്കുന്ന ഒരാളായി പിന്നീട് തീരുന്നത് നമ്മൾ സുവിശേഷം തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കി,
ഇങ്ങനെ ഒരുപാട് കാലം ഒരുപക്ഷെ നീതിനിഷ്ഠരായി ജീവിച്ച് വിശ്വാസത്തോടെ ജീവിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കർത്താവെ, ഈ ബുദ്ധിമുട്ടൊന്ന് മാറ്റിത്താ, എന്റെ വീട്ടിൽ ഈ ഒരു സങ്കടമാണ്, വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നമാണ്, ഒരുപാട് നാളുകളായിട്ട് മരുന്ന് കഴിക്കുന്നു, രോഗങ്ങൾ മാറുന്നില്ല, ഒരുപാട് അധ്വാനിക്കുന്നു, ഫലമൊന്നും കാണുന്നില്ല. നമ്മളിപ്പോ ഈ സക്രിയയുടെ സിറ്റുവേഷൻ പറഞ്ഞതുപോലെ തന്നെ വിവാഹ ജീവിതം കഴിഞ്ഞു, ഒത്തിരി കാലം കഴിഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല, ഈശോയെ വിവാഹം നടക്കുന്നില്ല, കടബാധ്യതകൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ, ഇരുട്ടിങ്ങനെ കൂടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് കാലത്ത് ഈ സുവിശേഷം ഉള്ളിലോട്ട് നിറയണം. അന്ന് സക്രിയയോട് ദൂതൻ പറഞ്ഞതുപോലെ നിന്റെ വീട്ടിലും ആനന്ദഗാനം ഉയരും, നീയും സന്തോഷിക്കും. നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ഈ വലിയ കാര്യം കേട്ട് കർത്താവ് സ്നാപക യോഹന്നാന്റെ ജീവിതം കൊണ്ട് അവൻ ഈ ലോകത്തിൽ വലിയവനായി തീർക്കും എന്ന പ്രവചനം പോലെ നമ്മുടെ ജീവിതത്തിലും വലിയ കാര്യങ്ങൾ സംഭവിക്കും. അത് നമുക്ക് വിശ്വസിക്കണം. സക്രിയ ഈ കാര്യങ്ങളൊക്കെ വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെയും ഒരു ചെറിയ നേർരേഖയിൽ കടന്ന് ഇച്ചിരി കൺഫ്യൂഷനൊക്കെ ആകുന്ന സമയങ്ങളുണ്ട്. സക്രിയ എലിസബത്തൊക്കെ ഇത് പിന്നീട് അറിയുന്നുണ്ട്. എലിസബത്തമ്മ ഇത് അറിയുമ്പോൾ പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് ഉണർത്തേണ്ട മറ്റൊരു സുവിശേഷം. സക്രിയയ്ക്ക് അറിയാമായിരുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, സംശയിച്ചു. എലിസബത്തമ്മ ഇത് കേട്ടിട്ട് പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് 25-ാമത്തെ വാക്യത്തിൽ വായിക്കുക. നമ്മൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുക. എലിസബത്തമ്മ പറയുന്നുണ്ട്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ഒരു ഹൃദയം കൊണ്ടുള്ള ഒരു നന്ദി പ്രകാശനമാണ്. കുഞ്ഞ് ജനിച്ചിട്ടില്ല, ശ്രദ്ധിക്കണേ, ഗർഭിണിയായിട്ടുണ്ട്, ഉള്ളില് കുഞ്ഞു രൂപം കൊണ്ടെന്നൊക്കെ അറിയാം. കുഞ്ഞ് ചിലപ്പോൾ മരിച്ചു പോയേക്കാം അല്ലേ, ഇത്രയും പ്രായം കൂടി ഒരാളെ ഗർഭിണിയാവുകയാണ്. പക്ഷെ എന്നിട്ടും ഇതെനിക്ക് കർത്താവ് നേടി തന്നിരിക്കുന്നു, എനിക്കിത് നടത്തി തന്നിരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ എലിസബത്തമ്മ നന്ദി പറയാണ്. ആ പറയുന്ന നന്ദിയുടെ ആദ്യ ഭാഗം എങ്ങനെയാണ് ശ്രദ്ധിച്ചായിരുന്നോ? ഈ നാട്ടിൽ ഈ ജനത്തിന്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നാണക്കേട് മാറ്റാൻ കർത്താവ് തീരുമാനിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകായിരിക്കില്ലേ, ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ട് നമ്മൾക്ക് നാണക്കേടാണ്. പ്രത്യേകിച്ച് എലിസബത്തമ്മയുടെയും സക്രിയയുടെയും ഒക്കെ സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ അവർ ദൈവത്തോട് ഇത്രയും ചേർന്ന് നിന്നിട്ട് ഇവർക്കൊരു നന്മ വരുന്നില്ല, ഇവർ ആഗ്രഹിച്ച് ഈ സ്വപ്നം നടക്കുന്നില്ല. ആ നാട്ടിൽ നാണക്കേടുണ്ടാവും, വേറെ എന്തെങ്കിലും വേണോ? ഈ പുരോഹിതന്റെ അടുത്ത് വന്നിട്ട് നാട്ടുകാർ പറയില്ലേ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഇത്രയും കർത്താവിനോട് ചേർന്ന് നിന്ന് ഇത്രയും പ്രാർത്ഥിക്കുന്ന നിനക്ക് കുഞ്ഞില്ല, നാണക്കേടാണ്. എലിസബത്തമ്മ ഒരു കുഞ്ഞു കൂട്ടായ്മ, നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വെച്ച് എലിസബത്തമ്മ കുഞ്ഞു കൂട്ടായ്മയിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കാനോ വർത്താനം പറയാനോ ഒക്കെ കൂട്ടുകൂടുമ്പോൾ അവർ ചിലപ്പോൾ കളിയാക്കൂലേ, ഞങ്ങൾക്കൊക്കെ കുഞ്ഞുമാവേണ്ട നിനക്കില്ലല്ലോ, മാനുഷികമായിട്ട് ചിലപ്പോൾ കളിയാക്കൽ വന്നേക്കാം. അതുകൊണ്ടാണ് എലിസബത്തമ്മ പറയുന്നത്, ഈ നാട്ടിൽ ഈ ജനത്തിന്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നാണക്കേട് മാറ്റാൻ എൻ്റെ കർത്താവ് തീരുമാനിച്ച് എനിക്കിത് നേടിത്തന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സുവിശേഷം കേൾക്കണം, ഈ സുവിശേഷം നമ്മൾ വിശ്വസിക്കണം. എൻ്റെ ദൈവം നാണം കെടാൻ എന്നെ അനുവദിക്കില്ല. ഇത്രയും കാലം ഞാൻ നാണം കെട്ടു, ഇത്രയും കാലം ഞാൻ കർത്താവിൽ ആശ്രയിച്ചതിന്റെ പേരിൽ, കർത്താവിനോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ പോലും നാണം കെട്ടു. നിനക്ക് മാത്രം എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? ഇത്രയും നീ കർത്താവിനോട് ആശ്രയിച്ചിട്ട് നീ മാത്രം എന്താ ഇങ്ങനെ സങ്കടത്തിൽ? ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ക്രിസ്മസ് കാലമല്ലേ, കർത്താവ് ഈ സുവിശേഷം എന്നോടും നിന്നോടും പറയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിനക്ക് ഈ നാട്ടിൽ നീ ആയിരിക്കുന്ന ഇടത്ത് ഇത്രയും കാലം അനുഭവിച്ച ഈ സങ്കടം, ഈ നാണക്കേട് മാറ്റാൻ നിന്റെ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. ആ കർത്താവ് എനിക്ക് വേണ്ടി ഇതെല്ലാം നടത്തിത്തരാൻ പോവാന്ന് വിശ്വാസത്തോടെ നമുക്ക് പറയാൻ പറ്റണം. പഴയ നിയമത്തിൽ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, കർത്താവിൽ ആശ്രയിച്ച ഒരാൾ പോലും നഷ്ടധൈര്യരാവില്ല, ലജ്ജിതരാവില്ലെന്ന്. നമ്മുടെ പൗലോസ്ലീഹ പഴയ നിയമത്തിലെ ഒരു പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക, റോമ 10:11, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും, ഞാനോ നിങ്ങളോ ലജ്ജിക്കേണ്ടി വരികയില്ല. ചില പ്രാർത്ഥനകൾക്ക് കാലതാമസം വരാറുണ്ട്, ഉത്തരം കിട്ടാൻ വൈകാറുണ്ട്. ബട്ട് ലെറ്റ് us believe. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, ആ വിശ്വാസം ഏറ്റു പറയാം, ഈശോയിൽ ആശ്രയിച്ച് എന്നെ നാണം കെടാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല. പഴയ നിയമത്തിലെ ബ്യൂട്ടിഫുൾ ആയ സങ്കീർത്തനങ്ങൾ ഒന്നാണ്, എല്ലാ സങ്കീർത്തനവും ബ്യൂട്ടിഫുൾ ആണ്, വളരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ട ഒരു സങ്കീർത്തനമാണ് 25-ാം സങ്കീർത്തനം, അതിന്റെ 20-ാം വാക്യം. ഒരു വലിയ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ദാവീദ്, കർത്താവേ എന്റെ ജീവൻ കാത്തുകൊള്ളണമേ, എന്നെ രക്ഷിക്കണമേ, അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിക്കാൻ ഇടയാക്കരുതേ. സങ്കീർത്തനം 25-20 അതൊന്ന് കാണാപ്പാടം ഹൃദയത്തിൽ പഠിച്ചു വെക്കണം കേട്ടോ, അത് പ്രാർത്ഥിക്കണം. കർത്താവേ അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിക്കാൻ ഇടയാക്കരുതേ. നമ്മൾ മനുഷ്യരിലോ ലോകത്തിലോ നമ്മുടെ സ്റ്റാറ്റസിലോ നമ്മുടെ ഇൻഫ്ലുവൻസുകളിലോ നമ്മുടെ ബന്ധങ്ങളിലോ ഒന്നുമല്ല ആശ്രയിക്കുന്നത്. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളെയല്ല, നമുക്കുള്ള ബന്ധുബലം ഒന്നുമല്ല ആശ്രയിക്കുന്നത്. കർത്താവിലാണെങ്കിൽ നീ നാണം കെടാൻ കർത്താവ് അനുവദിക്കില്ല.
അവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, ദൈവമേ, ഞാൻ അങ്ങിലാണ് ആശ്രയിക്കുന്നത്, എന്നെ നാണം കെടാൻ അനുവദിക്കരുതെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തോടെ ഏറ്റെടുത്തി കർത്താവിൽ ആശ്രയിച്ച നീ നഷ്ടധൈര്യനാവാൻ, ലജ്ജിതയാവാൻ കർത്താവ് അനുവദിക്കില്ല. പഴയ നിയമത്തിലെ സുന്ദരമായ മറ്റൊരു പുസ്തകമാണ് നമ്മൾ വായിച്ചിട്ടുണ്ട്, ജോയൽ പ്രവാചകന്റെ പുസ്തകം. നമുക്ക് ആ പുസ്തകം ഒന്ന് എടുക്കാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം ചെറിയൊരു പ്രവാചക പുസ്തകമാണ്. ആകെ 3 അധ്യായങ്ങളേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാകും. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം, അതിന്റെ 12-ാമത്തെ വാക്യം. ജോയൽ 2:12. ഈ കർത്താവിൽ നിന്ന് ഈ ഒരു ഉത്തരം കിട്ടാൻ, നമുക്ക് ഈ ഉള്ള നാണക്കേട് ഒക്കെ മാറാൻ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് ജോയൽ 2:12 നമ്മൾ വായിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. ഒറ്റ കാര്യം കർത്താവ് ആവശ്യപ്പെടുന്നുള്ളൂ. നമുക്ക് വീണ്ടും കർത്താവിലേക്ക് തിരിച്ചു ചെല്ലാം. അനുതാപം നിറഞ്ഞൊരു ഹൃദയത്തോടെ, വിശുദ്ധി നിറഞ്ഞൊരു ഹൃദയത്തോടെ, ഈ ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കുന്നതിനേക്കാൾ താല്പര്യത്തോടെ എന്റെ ഹൃദയം വിശുദ്ധീകരിക്കണം, എന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണം. എനിക്ക് കർത്താവിലേക്ക് തിരിച്ചു വരണം. എന്നെ അന്വേഷിച്ച് ഈ ക്രിസ്മസിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്, അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഭൂമിയിലേക്ക് എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന കർത്താവ്, എന്നെ അന്വേഷിച്ചിറങ്ങിയ കർത്താവിനെ ഞാൻ അന്വേഷിച്ചിറങ്ങും. കർത്താവിലേക്ക് ഞാൻ ചെല്ലും. അതുകൊണ്ട് ജോയൽ പ്രവാചകൻ വിളിക്കുന്ന, നിങ്ങൾ വാ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് ഇപ്പൊ വാ, നെടുവീർപ്പോടെ ഉപവാസത്തോടെ കർത്താവിലേക്ക് തിരിച്ചു ചെല്ല്. പ്രവാചകൻ എന്നിട്ട് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് 2-ാമത്തെ അധ്യായം 18 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. 19-ാം വാക്യം ശ്രദ്ധിക്കണം. കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. തൊട്ടടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. അത് ഹൃദയത്തിലേക്ക് എടുത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല, നിങ്ങൾ നാണം കെടാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്ന്. ഈ 19-ാമത്തെ വാക്യത്തിൽ കൊടുത്ത അതേ വാഗ്ദാനം കർത്താവ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 26-ാം വാക്യം, ജോയൽ 2:26, നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്, എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവ് അത് ആവർത്തിച്ച് പറയാണ്, നിങ്ങൾക്ക് എല്ലാം സമൃദ്ധമായിട്ട് നൽകും. എങ്ങനെ? നിങ്ങളെ കർത്താവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി റെഡിയാകുന്ന ആ സമയത്ത്, കർത്താവെ, എനിക്കിനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് ഈ പാപത്തിൽ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എന്നെ രക്ഷിക്കാൻ, ഈ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് അവതരിച്ചെങ്കിൽ ആ അവതരിച്ചതിന്റെ ആഘോഷം ഓർമ്മ പുതുക്കുമ്പോൾ ഈ നോമ്പുകാലത്ത്, ഈ ചെറിയ നോമ്പുകാലത്ത് എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് എനിക്ക് അങ്ങിലേക്ക് തിരിച്ചു വരണം. കർത്താവ് തിരിച്ച് എന്നോട് നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? അങ്ങനെ തിരിച്ചു വന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങളുടെ ഈ നാണക്കേട് മാറും. നിങ്ങൾ ഇനി പരിഹാസപാത്രമാക്കുകയില്ല. ആളുകൾ നിങ്ങളെ നോക്കി കളിയാക്കിയിട്ടുണ്ട്, മാറി നിന്ന് ചിരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്രയും കുറവുകളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെ എത്തുകയെന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കേൾക്കാത്തതിന്റെ പേരിൽ കർത്താവിന് പോലും നിന്നെ വേണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. ഈശോ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം, എനിക്ക് തരുന്ന വാഗ്ദാനം, ഇനി ഈ നാട്ടിൽ നീ നാണം കെടാൻ, പരിഹാസപാത്രമാവാൻ ദൈവം അനുവദിക്കില്ല. ജോയൽ 2:27 കൂടെ നമുക്കൊന്ന് വായിക്കാം. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യാണ്, ഞാൻ ഇസ്രായേലിന്റെ മധ്യേ ഉണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും. ക്രിസ്മസിനെ കുറിച്ച് ആണ് എന്ന് നമ്മൾ ചിന്തിച്ചെടുക്കണം. ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ മധ്യ ഉണ്ടെന്ന്. ആ ഒരു വാക്കിന്റെ അന്വർത്ഥത വന്നത് എവിടെയാണ്? ക്രിസ്മസിൽ. ഈശോ ജനിച്ച ഒരു സമയത്ത് കർത്താവ് ഉണ്ട്, സ്വർഗത്തിൽ എവിടെയോ മറഞ്ഞിരിക്കുകയല്ല, ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി അവൻ ഞങ്ങളുടെ മധ്യ ഉണ്ടെന്ന്. ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യ ഉണ്ടെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അന്ന് നിങ്ങൾ അറിയും. ഈശോയെ രക്ഷകൻ നാഥനുമായിട്ട് ഏറ്റുപറഞ്ഞ് ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത വാക്യം ശ്രദ്ധിക്കണം, എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അതൊരു വാഗ്ദാനമാണ്. അത് സക്കറിയായ്ക്ക് ബോധ്യം കിട്ടിയതോ എലിസബത്തിന് ബോധ്യം കിട്ടിയതോ മാത്രമല്ല, പഴയ നിയമത്തിൽ കർത്താവ് ഇത് വാഗ്ദാനം ചെയ്യാണ്, എന്റെ ജനത്തിന് നാണം കെടേണ്ടി വരില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമം ഈ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പഴയ നിയമത്തിലെ ഈ വാഗ്ദാനങ്ങളൊക്കെ കിടക്കുമ്പോൾ സുവിശേഷം, ലൂക്കാ സുവിശേഷം ആരംഭിക്കുന്നത് ഈ ഒരു വാഗ്ദാനത്തെ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ജനത്തിന് നാണം കെടേണ്ടി വരില്ല. എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും നമുക്ക് കാത്തിരിക്കാം. കാരണം നമ്മൾ കാത്തിരിക്കുന്നത് ഏതോ ഒരു ഐഡിയോളജിക്ക് വേണ്ടിയല്ല, ഏതോ ഒരു തത്വചിന്തകൾക്ക് വേണ്ടിയല്ല. നമ്മൾ കാത്തിരിക്കുന്നത് സത്യമായും ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ്. ആ ദൈവം നൽകുന്ന ഉത്തരത്തിന് വേണ്ടിയാണ്. ഇത്രയും കാലം നാണം കെട്ടില്ലേ? ഇത്രയും കാലം സങ്കടപ്പെട്ടില്ലേ? നമുക്ക് ആ സങ്കടങ്ങളൊക്കെ മാറ്റണ്ടേ?
നമുക്ക് ആ കണ്ണുനീരുകളൊക്കെ തുടച്ചു മാറ്റണ്ടേ? കാരണം രക്ഷകൻ ജനിക്കുന്നു. അവൻ ജനിച്ചു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ നാണക്കേട് മാറ്റാൻ വേണ്ടി. ഈ വീട്ടിലുണ്ടായ നാണക്കേട്, ഈ സമൂഹത്തിൽ ഏൽക്കേണ്ടി വന്ന നാണക്കേട്, ഈ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ, കർത്താവിനോട് ചേർന്ന് നിന്നതിന്റെ പേരിലൊക്കെ അനുഭവിക്കേണ്ടി വന്ന നാണക്കേട്, അതെല്ലാം മാറ്റാൻ എൻ്റെ കർത്താവ് തീരുമാനമെടുത്തു. ദൈവത്തിന് സ്തുതി. അങ്ങനെ സ്തുതി പറയാൻ നമുക്ക് പറ്റണം. എലിസബത്ത് അമ്മ പറഞ്ഞ സ്തുതിയാണത്. എന്നിട്ട് അതിന് ഉത്തരമായിട്ട് കർത്താവ് അവരുടെ കുടുംബത്തിൽ ചെയ്തു കൊടുക്കുന്ന കാര്യം എന്താ? വാഗ്ദാനം ചെയ്തെന്താണ്? ചെറുതൊന്നും അല്ല, ജനിക്കാൻ പോകുന്ന ആള് വലിയവനായിരിക്കും. നമ്മൾ ലൂക്കാസ് സുവിശേഷം തുടർന്ന് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ജനനത്തെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 57 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത് സ്നാപയോഹന്നാന്റെ ജനനത്തെ കുറിച്ച്. അവന് പേരിടണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ എന്നവന് പേരിടണം. ആ വാക്കിന്റെ അർത്ഥം, ആ പേരിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ സമ്മാനം. കാത്തിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരം എന്താണ്? ദൈവത്തിന്റെ ദാനം, യോഹന്നാൻ, സമ്മാനം. അങ്ങനെ ഒരു യോഹന്നാൻ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദൈവത്തിന്റെ സമ്മാനം. സ്വന്തം ജീവിതം നോക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റണം. ഇത്രയും കാലം ഞാൻ നാണം കെട്ടു, ഇത്രയും കാലം ഞാൻ കളിയാക്കപ്പെട്ടു, ഇത്രയും കാലം ആളുകൾ എന്നെ മാറ്റി നിർത്തി. പക്ഷെ ഇപ്പോ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥമുണ്ട്, പുതിയൊരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ഇത്രയും കാലം ഈ പേരിൽ ജീവിച്ചു, ഈ സ്ഥലത്ത് ജീവിച്ചു. ഇപ്പൊ മുതൽ കർത്താവ് എനിക്കൊരു പുതിയ പേരിട്ട് വിളിക്കുകയാണ്. നീ ദൈവത്തിന്റെ സമ്മാനമാണ്. ഈ നാട്ടിൽ കർത്താവ് ഈ നാണക്കേട് മാറ്റിയതിന്റെ ഒരു അടയാളമായി, സാക്ഷ്യമായി ഞാൻ മുമ്പോട്ട് ജീവിക്കും. നമുക്ക് ഈശോയിൽ ആശ്രയിക്കാം. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് കേൾക്കേണ്ട മറ്റൊരു സുവിശേഷം ഇത് തന്നെയാണ്. നിന്റെ നാണക്കേട് മാറ്റാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സംഭവിക്കട്ടെ. അത് ആമേൻ പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.